ഓക്കെ. സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ക്രൗൺ റൂൾ കമ്പനി റൂളാണ് നമ്മൾ നോക്കിയത്. ഓർമ്മ ശരിയാണെങ്കിൽ 1773 to 1857 വരെയുള്ള കാലയളവിലെ എന്തൊക്കെ ആക്ട്സ് ആണ് ബ്രിട്ടീഷ് പാസ് ചെയ്തതെന്നും എന്തൊക്കെയാണെന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത സെക്ഷനിലേക്ക് പോവാണ്, ക്രൗൺ റൂൾ. അപ്പോൾ ഇതിനകത്തുനിന്ന് എല്ലാ വർഷവും മിനിമം 1 ചോദ്യമെങ്കിലും ഇതിനകത്തുനിന്ന് ചോദിക്കാറുണ്ട്. ഹിസ്റ്റോറിക്കൽ അണ്ടർപിന്നിങ്സ്, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ. സോ ആദ്യത്തെ ടൈപ്പ് ഓഫ് ഇത്, അപ്പം ഓൾറെഡി റിവോൾട്ട് ഓഫ് 1857 കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഡയറക്റ്റ്ലി ഇനി ഇവരെ ഇങ്ങനെ ചെയ്താൽ നടപ്പോവില്ല, ഇവരെ ആക്രമിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ എന്ത് വന്ന് ക്രൗൺ റൂള് വരികയാണ്. അപ്പം ആദ്യത്തെ ആക്റ്റാണ് ഗവർണമെൻറ്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. അപ്പോൾ ഇതെന്ത് സംഭവിച്ചു? ട്രാൻസ്ഫേർഡ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഫ്രം കമ്പനിയിൽ നിന്നും ഇതിപ്പം നേരിട്ട് ബ്രിട്ടീഷ് ക്രൗൺ എന്ന് പറയുന്ന സംഭവത്തിലേക്ക് വന്നേക്കുക. ഇതുവരെ നമുക്കറിയാം ഗവർണർ ജനറൽ ഓഫ് എന്തായിരുന്നു? ഇന്ത്യ ആയിരുന്നു, ആ ഒരു പദവിയായിരുന്നു. പക്ഷെ ഇപ്പം അത് മാറി വൈസ്രോയ് ഓഫ് ഇന്ത്യ എന്ന പദവിയിലേക്ക് വന്നു. അപ്പോൾ ആദ്യത്തെ വൈസ്രോയ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? ലോർഡ് കാനിങ് ആണ് ഉള്ളത്. ദെൻ SOS എന്ന് പറയുന്നത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന പുതിയൊരു ഇതും കൂടി ഇവർ എസ്റ്റാബ്ലിഷ് ചെയ്തു. ആൻഡ് ഈ ഒരു പുതിയ ക്രൗൺ റൂൾ ആയപ്പോഴത്തേക്കും ബോഡി ഓഫ് കൺട്രോളും കോർട്ട് ഓഫ് ഡയറക്ടേഴ്സും ഇവരെന്ത് ചെയ്തു? ഈ ഒരു ഡുവൽ സിസ്റ്റം അവർ നിർത്തിവെക്കുകയാണ് ഉണ്ടായത്. അപ്പം ഇത്രയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858 സംഭവിച്ചത്. ഓക്കെ. ഇനി അടുത്തത് നമുക്ക് കുറച്ച് കൗൺസിൽ ആക്ട്സ് കാണാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യത്തേതാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് ഓഫ് 1861. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് ഒരു എന്താണ് ഡീസെൻട്രലൈസേഷൻ, ആ ഒരു കോൺസെപ്റ്റ് വരികയാണ്. ബോംബെ ആൻഡ് മദ്രാസ് പ്രസിഡൻസിയിൽ ഓക്കെ പോർട്ട്ഫോളിയോ സിസ്റ്റംസ്. ഓക്കെ. വലിയ ഇമ്പോർട്ടൻ്റ് ആക്ട് അല്ല, എന്നാലും ഇമ്പോർട്ടൻ്റ് അങ്ങനെ ഒരു ആക്റ്റാണ്. അടുത്ത ആക്റ്റിലേക്ക് പോകാം. ഇന്ത്യൻ കൗൺസിൽ ആക്ട് ഓഫ് 1892. ഇതിനകത്ത് ഒഫീഷ്യൽ മെമ്പേഴ്സിൻ്റെ ഇൻക്രീസസ് ഉണ്ടാകുകയാണ്, ബഡ്ജറ്റൊക്കെ ചെയ്യുന്നു. ഓക്കെ. ദെൻ അടുത്തത് ഇമ്പോർട്ടൻ്റ് ആക്റ്റാണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്റ്റാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് ഓഫ് 1909. ആൻഡ് ഇതിന് നമ്മൾ വേറൊരു പേരും കൂടെ വിളിക്കും, മോർലി മിൻറ്റോ റിഫോംസ് എന്ന് വിളിക്കും. സോ ഇത് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഒരു ആക്റ്റിലാണ് നമുക്ക് മുസ്ലിംസിന് വേണ്ടി ഒരു സെപ്പറേറ്റ് എലക്ടറേറ്റ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉടലെടുക്കുന്നത്. അവർക്ക് പുതിയ ഒരു സെപ്പറേറ്റ് എലക്ടറേറ്റ് എന്ന് പറയുന്ന സാധനം വരുന്നു. പിന്നെ ആദ്യമായിട്ട് ബ്രിട്ടീഷ് ഇന്ത്യക്കാരെ എക്സിക്യൂട്ടീവ് കൗൺസിൽ, ഇത്രയും നാളും ബ്രിട്ടീഷുകാർ മാത്രമായിരുന്നു എക്സിക്യൂട്ടീവ് ഫങ്ഷൻസിൽ ഇരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഇന്ത്യൻ മെമ്പേഴ്സിനെയും കൂടെ അവർ അലോ ചെയ്തു. അപ്പോൾ ആദ്യത്തെ ഇന്ത്യൻ മെമ്പറാണ് സത്യേന്ദ്ര പ്രസാദ് സിൻഹ. ഓക്കെ. ആ ആളായിരുന്നു ആദ്യം. അപ്പോൾ മിൻറ്റോ മോർലി റിഫോംസിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സെപ്പറേറ്റ് എലക്ടറേറ്റ് ഫോർ മുസ്ലിംസും, അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മളെ ഇന്ത്യൻ മെമ്പേഴ്സിനെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് അലോ ചെയ്യുകയാണ് ചെയ്തത്. ദെൻ അടുത്ത ആക്റ്റാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919. അപ്പോൾ ഇതിനകത്ത് ഇതിനെ നമ്മൾ മൊണ്ടാഗ്യൂ കെംസ്ഫോർഡ് റിഫോംസ് എന്നാണ് പറയുന്നത്. ആൻഡ് ഇവിടെ അവരൊരു ഗവൺമെൻറ് ഡയറക്റ്റ്, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആരംഭം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു റെസ്പോൺസിബിൾ ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നു. ഇവിടെ വെച്ചാണ്
എന്താ ഡയാർക്കി എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്നത്തെ ഉള്ള റിസർവ്ഡ് ലിസ്റ്റ് അങ്ങനത്തെ ലിസ്റ്റുകൾ, സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ് അങ്ങനെ ഉണ്ടല്ലോ ഇപ്പോൾ നമുക്ക്. അപ്പോൾ ആ ഒരു സംഭവം ഇവരിതിനകത്ത് ഡയാർക്കി കൊണ്ടുവരികയാണ്, റിസർവ്ഡ് സബ്ജക്ട്സ് അങ്ങനത്തെ സംഭവം. ഇനി ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു പർട്ടിക്കുലർ ചോദ്യം പ്രിലിംസിന് നേരത്തെ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ലൈക്ക് ബൈകാർമലിസം നമുക്കറിയാമല്ലോ, അപ്പർ ഹൗസ് ലോവർ ഹൗസ്. ഈ ഒരു കോൺസെപ്റ്റ് ഏത് ആക്റ്റിൽ നിന്നാണ് നമ്മൾ ഇന്ത്യ എടുത്തിരിക്കുന്നത്? അപ്പം ഈ ഒരു മൊണ്ടാഗു കെംസ്ഫോർഡ് റിഫോം അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 വന്നിട്ടുള്ള ബൈകാർമലിസം എന്ന സെൻറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ എടുത്തത്. ഇനി ആദ്യമായിട്ട് ഇന്ത്യയിൽ ഡയറക്റ്റ് എലക്ഷൻ നടന്നു. ഓക്കെ, അതിനകത്ത് ലൈക്ക് 6 ഇന്ത്യൻ, ക്രിസ്ത്യൻസ്, ആംഗ്ലോ ഇന്ത്യൻസ്, യൂറോപ്യൻസ് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. പിന്നെ PSC, SC പോലത്തെ ഇങ്ങനത്തെ കമ്മീഷൻസൊക്കെ നിയമിതവും ആയി. ഓക്കെ, ദെൻ അടുത്തതാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഇത് അറ്റ്മോസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആക്റ്റാണ്. കാരണം ഈ ഒരു ആക്റ്റിലാണ് അറ്റ് പ്രസൻറ്റ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മൊത്തവും ഇരിക്കുന്നത്, മെയിൻ ഫീച്ചേഴ്സ് എല്ലാം ഇരിക്കുന്നത്. നോക്കിയേ, ഇതിനകത്തൊരു ഓൾ ഇന്ത്യ ഫെഡറേഷൻ കൊണ്ടുവരുന്നുണ്ട്. പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നു അന്ന് കുറേ. അപ്പോൾ ഇതിനകത്തൊരു ഫെഡറേഷൻ മോഡൽ ഒരു സംഭവം കൊണ്ടുവരുന്നു, പ്രിൻസ്ലി സ്റ്റേറ്റ്സിനെ മാറ്റിയിട്ട് എല്ലാത്തിലും. പിന്നെ ഇതിനകത്ത് 3 ലിസ്റ്റാക്കുകയാണ്: ഫെഡറൽ, പ്രൊവിൻഷ്യൽ, കോൺകറൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡയാർക്കി നേരത്തെ ഉണ്ടായിരുന്നല്ലോ, ഡയാർക്കി അറ്റ് പ്രൊവിൻഷ്യൽ ലെവൽ. അപ്പോൾ അത് എന്ത് ചെയ്ത് സെൻട്രൽ ലെവലിൽ എന്ത് ചെയ്ത് അബോളിഷ് ചെയ്തു. എന്നിട്ട് സെൻട്രൽ ലെവലിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. പിന്നെ കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ മറ്റടുത്ത് കമ്മ്യൂണലായിട്ട് 6 ഇന്ത്യൻ ക്രിസ്ത്യൻസ് അങ്ങനെയല്ലായിരുന്നു. അപ്പോൾ ഇത്തവണ അത് ഡിപ്രസ്ഡ് ക്ലാസ്സസ്, വിമൻ, ലേബർ ക്ലാസ് അങ്ങനത്തെയൊക്കെ ഉൾപ്പെടുത്തി. നേരത്തെ ചിലപ്പം കാസ്റ്റ് ബേസ് അങ്ങനത്തെ ഇതൊക്കെ ആയിരിക്കും കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഫെഡറൽ കോർട്ട് ഇതൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ആൻഡ് ഫൈനലി നമ്മുടെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ഈ ആക്റ്റാണ് അടുത്തത് ബ്രിട്ടീഷ് റൂൾ എൻഡ് ചെയ്യാനും പിന്നെ വൈസ്രോയ് ഓഫ് ഇന്ത്യയൊക്കെ മാറ്റി അതൊക്കെ അബോളിഷ് ചെയ്തു. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് അബോളിഷ് ചെയ്തു. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി കുറച്ചും കൂടെ എംപവറാക്കി. പിന്നെ ഫ്രീഡം ടു പ്രിൻസ്ലി സ്റ്റേറ്റിന് ഫ്രീഡം കൊടുത്തു. അത് പിന്നെ അത് വേറൊരു കഥയാണ്. അത് നമുക്ക് അടുത്ത പാർട്ടിലുണ്ട്, ലൈക്ക് എങ്ങനെയാണ് അവർ കീഴടങ്ങിയതെന്നൊക്കെ. അപ്പം പ്രിൻസ്ലി സ്റ്റേറ്റ്സിന് കുറച്ച് ഫ്രീഡം കൊടുത്തു, കാരണം അവിടെ രാജഭരണമുള്ള സ്റ്റേറ്റ്സും ഉണ്ടായിരുന്നു. അവർക്ക് വേണമെങ്കിൽ ഇന്ത്യയോ പാകിസ്ഥാനോ അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആകാം, അല്ലെങ്കിൽ വേണമെങ്കിൽ അവർക്ക് ഇന്ത്യയിലോ പാകിസ്ഥാനോ ചേരാം, അങ്ങനെയൊക്കെ നിബന്ധനകളുണ്ടായിരുന്നു. അത് അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ക്രൗൺ റൂളിൽ വരുന്ന പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ഇത്രയും ആക്ട്സാണ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു റിവിഷൻ ചെയ്തേക്കണം, കാരണം ഇതെപ്പോഴും നമ്മൾ റിവൈസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ മറന്നു പോകും. നമ്മൾ അറിയാമെങ്കിൽ പോലും ചെറിയ തെറ്റിദ്ധാരണ മൂലവും നമ്മുടെ ആൻസേഴ്സ് തെറ്റിപ്പോയെന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. ടിൽ ദെൻ, see you all. So thank you for watching.